പശ്ചിമേഷ്യയിലെ 8 US താവളങ്ങൾ തകർത്തതായി ഇറാൻ. ഷെൽ കഷ്ണങ്ങൾ തറച്ച് ഖത്തർ സ്വദേശി മരിച്ചു. മുഹറാഖ് പ്രവിശ്യയിലെ പാർപ്പിട സമുച്ചയം തകർന്നതായി ബഹ്റിൻ അധികൃതർ. UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരണമെന്ന് ബഹ്റിന് വീണ്ടും ഇറാന്റെ മുന്നറിയിപ്പ്. സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമെന്ന് വിവരം. നാളെ ദോഹയിൽ തുടർ ചർച്ച. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ചർച്ചയ്ക്ക്. കപ്പലുകളെ സ്വതന്ത്രമായി കടത്തിവിടാനും ധാരണയായേക്കും. യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. തർക്കം തുടരുന്നത് ഹോർമുസിന്റെ പേരിൽ. സമാന്തര പാത തുറക്കാൻ അമേരിക്ക. പൂർണ്ണ നിയന്ത്രണമെന്ന് ഇറാൻ. ഖമനേയിയുടെ സംസ്കാരം നയതന്ത്ര തലത്തിലും ഉപയോഗപ്പെടുത്താൻ ഇറാൻ. ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 4 മുതൽ. അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനാഘോഷവും ജൂലൈ 4-ന്. ആഭ്യന്തര എതിർപ്പുകൾ മറികടക്കാനും നീക്കം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു വെനസ്വേല. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ തീവ്ര ശ്രമം. മരണം 2000 അടുക്കുന്നു. കറാച്ചി സ്ഫോടനത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കി പാകിസ്ഥാൻ. ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റേത് ഭീരുത്വമെന്ന് താലിബാൻ. കറാച്ചി ആക്രമണത്തിലെ പാക് ആരോപണങ്ങൾക്ക് ഇന്ത്യയുടെ മറുപടി. അതിർത്തിക്കുള്ളിൽ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മുന്നറിയിപ്പ്. സ്വന്തം മണ്ണിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ വിശ്വസനീയമായ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഈ വർഷം തന്നെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വധശിക്ഷാ വിധി രാഷ്ട്രീയ പ്രേരിതമെന്നും ഹസീന. അവാമി ലീഗ് അധ്യക്ഷയുടെ പ്രതികരണം പ്രത്യേക അഭിമുഖത്തിൽ. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച് നിലപാട്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ജീവനക്കാർ കൊള്ളയത് 7.75 കോടി രൂപ. 8 ജീവനക്കാരുടെ ആസ്തിയിൽ 100 ഇരട്ടി വർധനവ്. ആഡംബര ഹോട്ടലുകളും ഭൂമിയും വാങ്ങിക്കൂട്ടി പ്രതികൾ. കൊള്ള നേരത്തെ തന്നെ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിഞ്ഞിരുന്നതായും വിവരം. ഏകീകൃത സിവിൽ കോഡ് ഇന്ന് ബംഗാൾ നിയമസഭയിൽ. വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയവയ്ക്ക് ഒരേ സിവിൽ നിയമം വരുന്നു. ഭരണഘടനാപരമായി ചില വിഭാഗങ്ങൾക്കുള്ള ഇളവുകൾ തുടരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് പിന്മാറി UDF. പ്രമേയം അവതരിപ്പിക്കാനുള്ള പിന്തുണയില്ല. സഹകരിക്കാതെ LDF. ഭരണസ്തംഭനം ആരോപിച്ച് കോർപ്പറേഷൻ മാർച്ചിന് UDF. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിനിടെ ഇന്ന് നിയമസഭാ സമ്മേളനം. നികുതി ഇളവിൽ മുന്നോട്ട് തന്നെ സർക്കാർ. വൈദ്യുതി പ്രതിസന്ധിയും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. രാത്രിയിലെ നിയന്ത്രണം തുടരുമെന്ന് KSEB. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കും. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വിശദാംശങ്ങൾ അറിയിക്കാൻ SIT. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെതിരായ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യത്തിനെതിരെ കോടതിയെ സമീപിച്ചത് പോലീസും EDയും. ആരോപണങ്ങൾ നിഷേധിച്ച് മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴയിൽ മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. കുട്ടിക്ക് അണുബാധയും ശാരീരിക പ്രശ്നങ്ങളും. നിയമ നടപടിക്ക് രക്ഷിതാക്കൾ. ലോകകപ്പിൽ കാനഡയുടെ ചരിത്ര കുതിപ്പ്. ദക്ഷിണാഫ്രിക്ക എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് ആദ്യമായി പ്രീ ക്വാർട്ടറിൽ. ബ്രസീലിന് ഇന്ന് അഗ്നിപരീക്ഷ. നോക്കൌട്ടിലെ എതിരാളികൾ ജപ്പാൻ.